പറഞ്ഞോളൂ. കിരീടം കണ്ടിട്ട് ഇറങ്ങി, എന്താണ് അഭിപ്രായം? എന്താ പറയണ്ടെന്ന് അറിയാൻ പറ്റില്ല. കാരണം വളരെ ഒരു സന്തോഷ മൂഡിലേക്ക് പോയിട്ട് നമ്മളെ വിങ്ങലോടുകൂടി ആ തിയേറ്ററിൽ നിന്ന് ഇറക്കിക്കളഞ്ഞു. അത്രമാത്രം മികച്ചൊരു തിരക്കഥ. ലോഹിതദാസ് സാറ് ആരായിരുന്നു മലയാളികൾക്കെന്ന് കാണിച്ചിരുന്ന, വരച്ച് കാട്ടുന്ന ഒരു തിരക്കഥ. സിബി മലി സാറിൻ്റെ ഒരു മികച്ചൊരു സംവിധാന മികവ്. അദ്ദേഹം ആ ഒരു അന്നത്തെ കാലത്തെ ക്യാമറ വർക്ക് ചെയ്തിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ക്യാമറ വർക്ക്, ഓരോ ഫ്രെയിമുകളും കണ്ടത് മലയാളികൾക്ക് ഇന്നത്തെ കാലത്ത് അതൊരു അത്ഭുതം തന്നെയാണ്. കിരീടം എന്ന് പറഞ്ഞ ഒരു ചിത്രം. ഇനി ഇതിൽ അഭിനയത്തിലേക്ക് വരികയാണെങ്കിൽ ലാലേട്ടൻ, തിലകൻ ചേട്ടൻ, അവർ അച്ഛൻ മകൻ കോംബോ, അതാണ് ആദ്യം എടുത്തു പറയേണ്ടത് ഈ സിനിമയിൽ. ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ അവർ മലയാളികളല്ലേ, വേറൊരു ഒരു ജീവിത ഗന്ധിയായ ചിത്രം എന്ന് പറയില്ല, അത് ഏറ്റവും യോജിച്ച ചിത്രങ്ങളിൽ ഒന്നാണ് കിരീടം. അതേപോലെ തന്നെ കബീർ പൊന്നമ്മ ചേച്ചി, ഫിലോമിന ചേച്ചി, ശങ്കരാടി ചേട്ടൻ, പിന്നെ ഒടുവിലുണ്ണി കൃഷ്ണൻ ചേട്ടൻ, പിന്നെ മണിയമ്പിള്ള രാജു ചേട്ടൻ, ജഗദീഷ് ചേട്ടൻ, ജഗദീഷ് കൊച്ചിൻ അനീഫിക്ക, അങ്ങനെ ഒരു കിരിയാടൻ ജോസ് മെയിൻ കഥാപാത്രം ചെയ്ത ചേട്ടൻ, മാമുക്കോയ ഇക്ക, അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകളുടെ പേര്, ശ്രീനാഥ് ചേട്ടൻ, ഇവര് ഒരു നീണ്ട നിര തന്നെ. അതിൽ പകുതി മുക്കാൽ പേരൊന്നും ജീവിച്ചിരിക്കുന്നില്ല. അവർ ലെജൻസ് ആയിട്ടുള്ള അഭിനേതാക്കളാണ്. അവരെ എല്ലാവരെയും 6 പേരങ്ങോട്ട് 10 എണ്ണിയാൽ നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നത്. കാരണം അവരെല്ലാവരെയും ഈ ഒരു ചിത്രത്തിൽ ഉൾക്കൊള്ളിച്ച് അവരുടെ ഓരോ കഥാപാത്രം, ശ്രീനാഥേട്ടനൊക്കെ 2-3 സീനിലുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ അഭിനയ മികവൊക്കെ ഒരു സംവിധായകൻ്റെയും ആ തിരക്കഥാകൃത്തിൻ്റെയും ഒരു കൈയടക്കില്ലേ, അത് ഈ ഒരു ചിത്രത്തിലുണ്ട്. പിന്നെ ഈ ചിത്രത്തിൽ ഉടനീളം തിലകൻ ചേട്ടൻ്റെയും അതേപോലെ തന്നെ നമ്മുടെ ലാലേട്ടൻ്റെയും മത്സരിച്ചിട്ടുള്ള അഭിനയം അല്ലട്ടോ, ഒരു ജീവിതം തന്നെയാണ്. കാരണം അത്രമാത്രം മനസ്സിൻ്റെ വിങ്ങൽ തന്നെയാണ്. മുരളിച്ചേട്ടൻ്റെയൊക്കെ കഥാപാത്രം നല്ലൊരു കഥാപാത്രം. അവരെയൊക്കെ എന്തായാലും ഒരു മലയാളി പ്രേക്ഷകർ കണ്ടിരിക്കേണ്ട ഒരു ചിത്രം തന്നെയാണ് കിരീടം. സിനിമയെ സ്നേഹിക്കുന്നവർ വീണ്ടും വന്ന് ആ ഒരു ദൃശ്യ മികവിൽ കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി എന്ന ഒരൊറ്റ ഗാനം, എം ജി ശ്രീമാറേട്ടൻ്റെ ആ ഒരു ഗാനം മലയാളികൾ വിങ്ങലോടെ തന്നെയാണ് ആ തിയേറ്ററിൽ കണ്ടത്. തീർച്ചയായിട്ടും എല്ലാത്തരം പ്രേക്ഷകരെയും ഈ ഒരു ചിത്രം വീണ്ടും നിങ്ങൾക്ക് തൃപ്തിപ്പെടുത്തുമെന്നുള്ള ഒട്ടും ഡൗട്ടില്ല. ഫാമിലി ഒത്ത് കാണാൻ തന്നെ പറ്റിയൊരു ചിത്രം തന്നെയാണ് കിരീടം. താങ്ക് യു.